സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ലജ്ജാവതിയെ നിന്റെ കണ്ണുകടക്കണ്ണിൽ തഴമ്പുവോ ലാ. നിങ്ങളുടെ പ്രതികരണം എനിക്ക് വായിക്കാം. ഈ പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ മനസ്സിൽ സ്വരൂപിച്ച ഒരു കമൻ്റ് എനിക്ക് വ്യക്തമായി ഇപ്പോൾ പറയാൻ കഴിയും. മറ്റൊന്നുമല്ല, ഈ താടി നരച്ച മൊട്ടത്തലയൻ അവൻ്റെ പ്രായത്തിനും പക്വതയ്ക്കും യോജിച്ചൊരു പാട്ടാണോ ഈ പാടുന്നതെന്ന് അല്ല എന്ന് എനിക്ക് തന്നെ അറിയാം. ഞാനിവിടെ ഈ പാട്ട് പറയാനുള്ളൊരു പശ്ചാത്തലം 2004 ശ്രീ ജയരാജ് സംവിധാനം ചെയ്ത ഫോർ ദ പീപ്പിൾ എന്നൊരു സിനിമ റിലീസാകുകയുണ്ടായി. 4 ചെറുപ്പക്കാരാണ് അതിലെ കേന്ദ്ര കഥാപാത്രമായി വരുന്നത്. അതുകൊണ്ടാവാം ഫോർ ദ പീപ്പിൾ എന്ന് അതിന് പേരിട്ടതെന്ന് തോന്നുന്നു. മറ്റൊന്ന് ഫോർ ദ പീപ്പിൾ, ജനങ്ങൾക്ക് വേണ്ടി, ഒരു എൻ്റർടൈനർ, ആ അർത്ഥത്തിലും കാണാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു എൻ്റർടൈനറായിരുന്നു ഈ ചിത്രം. പാട്ടുകളുടെ ആ ഒരു പുതുമയും ചിത്രത്തിൻ്റെ ഒരു പേസും ആ ദൃശ്യഭംഗിയും എല്ലാം കൊണ്ട് ജയരാജൻ്റെ ഒരു പ്രത്യേക ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഈ ചിത്രം. പ്രദർശന വിജയവും നേടുകയുണ്ടായി. എല്ലാ തരക്കാർക്കും, ചിലപ്പോൾ കുടുംബ പ്രേക്ഷകർക്കും സാധാരണക്കാർക്കുമൊക്കെ ഇഷ്ടപ്പെട്ടൊരു ചിത്രമാണ്. വിജയിക്കുകയും ചെയ്തു എന്നാണ് ഓർമ്മ. അപ്പോൾ ഞാനിവിടെ പറയാൻ കാരണം, ഈ പാട്ടെന്ന് നിങ്ങളെപ്പോലെ എന്നെയും വല്ലാതെ ആകർഷിച്ചു. അപ്പോഴാണ് അന്ന് മറ്റ് സിനിമാ മാസികകളിലൊക്കെ റെഫർ ചെയ്തപ്പോൾ ആരാണ് ഈ ഗായകൻ എന്ന് നോക്കിയപ്പോൾ ജാസി ഗിഫ്റ്റ് എന്നൊരു ചെറുപ്പക്കാരനാണ് ഈ ഗായകൻ. സംഗീത സംവിധാനവും അദ്ദേഹം തന്നെ. അപ്പോൾ ആരാണ് ഈ ജാസി ഗിഫ്റ്റ്? അദ്ദേഹം വെസ്റ്റേൺ മ്യൂസിക്കിലും മറ്റേ കാര്യങ്ങളിലുമൊക്കെ അനുഭവ സമ്പന്നനാണെന്ന് വായനയിലൂടെ അറിയാൻ കഴിഞ്ഞു. ഏതായാലും അന്ന് നമ്മൾ കേട്ടിട്ടുള്ള പതിവ് ഗായകരിൽ നിന്നും ഒരു പ്രത്യേക ശബ്ദമാണ്, ഒരു രസം തോന്നുന്ന ഒരു ശബ്ദം. പാട്ടിനൊപ്പം ഏത് പ്രായക്കാരും അറിയാതെ ഒന്ന് ശരീരം ഇളക്കിപ്പോകും ആ രസനീയത തുളുമ്പുന്ന പാട്ടുകൾ. അപ്പോൾ ജാസി ഗിഫ്റ്റ് എന്ന വേറിട്ടൊരു ശബ്ദത്തിനുടമയും സംഗീത സംവിധായകനും അങ്ങനെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം നേടുകയായി. ധാരാളം സംഗീത സംവിധായകരുടെ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. MS വിശ്വനാഥൻ, KV മഹാദേവൻ, പിന്നെ സലിൽ ചൗധരി, ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിൽ OP നയ്യാർ, രഘുനാഥ് സേഠ്, ലക്ഷ്മികാന്ത് പ്യാരേലാൽ, ബോംബെ രവി, അങ്ങനെ ആ പട്ടിക നീളുകയാണ്. എങ്കിൽ പോലും ജാസി ഗിഫ്റ്റ് എന്ന ചെറുപ്പക്കാരൻ്റെ കോമ്പോസിഷനും ഓർക്കസ്ട്രേഷനും ഒരു പ്രത്യേക ഫീലാണ് അന്ന് ആസ്വാദകർക്ക് നൽകിയത്. തുടർന്ന് ഡിസംബർ എന്ന ചിത്രത്തിന് വേണ്ടി ജാസി സംഗീത സംവിധാനം നിർവഹിച്ച ഓണത്തുമ്പി എന്ന് തുടങ്ങുന്ന ഒരു മെലോഡിയസ് ആയിട്ടുള്ള, ശ്രീ യേശുദാസാണ് അത് പാടിയിരിക്കുന്നത്, ഒരു മനോഹര ഗാനവും ആസ്വാദകർ നെഞ്ചിലേറ്റുകയുണ്ടായി. പിന്നെ കന്നഡ, തെലുങ്ക് സിനിമകളിലൊക്കെ ജാസി തൻ്റേതായൊരു ഇരിപ്പിടം ഉറപ്പിച്ചതായി പത്രമാധ്യമങ്ങളിലൊക്കെ വായിച്ച് കേൾക്കുകയുണ്ടായി. ഏതായാലും അന്നതൊരു പ്രത്യേക ശബ്ദമായിരുന്നു. അക്കാഡമിക്കായിട്ടും നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളുമൊക്കെ, ഡോക്ടറേറ്റ് ഉൾപ്പെടെ ഉള്ളൊരു വ്യക്തിയാണ് ജാസി ഗിഫ്റ്റ് എന്ന് അദ്ദേഹത്തിൻ്റെ
വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ പത്രമാധ്യമങ്ങളിലൊക്കെ പരതിയപ്പോൾ കിട്ടുകയുണ്ടായി. ഏതായാലും അന്ന് 2004 ഇത് പുതുമയുള്ളൊരു ശബ്ദവും ഓർക്കസ്ട്രേഷനും കോമ്പോസിഷനും ഒക്കെ ആയിരുന്നു ഈ പാട്ടുകളൊക്കെ. ആ ഗാനങ്ങളുടെ ഒരു കൊഴുപ്പ് കൊണ്ട് തന്നെ ചിത്രത്തിന് വലിയൊരു ഹൈപ്പ് അന്ന് കിട്ടുകയുണ്ടായി. അന്നൊന്നും സോഷ്യൽ മീഡിയ ഇത്ര ശക്തമല്ലല്ലോ. ഏതായാലും ജാസി ഗിഫ്റ്റ് എന്ന സംഗീത സംവിധായകനെ ഗായകനെ ഇവിടെ സ്നേഹത്തോടുകൂടി ഓർമ്മിക്കുകയാണ്. തീർത്തും വ്യത്യസ്തമായൊരു ഓർക്കസ്ട്രേഷൻ, കോമ്പോസിഷൻ, ആലാപനം, തരമൊരു ഫീൽ ആസ്വാദകർക്ക് നൽകിയ ജാസിയോട് ഈ എളിയ ആസ്വാദകൻ്റെ ഒരു നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ഒപ്പം അവസരം നൽകിയ ജയരാജ് എന്ന സംവിധായകനും ഒരു നന്ദി. എൻ്റെ പ്രേക്ഷകർക്കും ഇവിടെ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം.